ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും മണ്ണ് നീക്കി പരിശോധന നടത്തും. മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്ത രണ്ടാം സ്പോട്ടിലാണ് ഇന്ന് ആദ്യം പരിശോധന. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്ന പ്രദേശത്തായിരിക്കും ഈ പരിശോധന. ഇന്നലെ ആദ്യ സ്പോട്ട് നടത്തിയ പരിശോധനയിൽ അസ്ഥികളോ തലയോട്ടിയോ കണ്ടെത്തിയിരുന്നില്ല. മുഹമ്മദ് റയീസ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. മുഹമ്മദ് റയീസ്, എപ്പോൾ ഈ പരിശോധന തുടങ്ങും? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നും ഏതാണ്ട് ഉച്ചയോടുകൂടിയാകും പരിശോധന തുടങ്ങുക എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ 1 മണിക്കൂറൊക്കെ നേരത്തെ പരിശോധന തുടങ്ങിയേക്കും എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഈ മഴയും ഒപ്പം തന്നെ ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ സ്പോട്ട് ആദ്യത്തെ സ്പോട്ടുകളൊക്കെയും പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ പരിശോധന നടത്തുന്നതിന് വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഈ 3 അടിയേക്ക് കുഴിച്ചു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. പുഴക്കര ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലാകും വെള്ളം വരിക. പിന്നെയും താഴോട്ട് കുഴിക്കണം എന്ന് ശുചീകരണ തൊഴിലാളി പറയുകയാണ് എങ്കിൽ അവിടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പരിശോധിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇന്നും SIT സംഘം കടക്കുക. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ നേരത്തെ പരിശോധന തുടങ്ങുക. 6 മണിയോടുകൂടി പരിശോധന അവസാനിപ്പിക്കും. ഇന്നലെ ഒരൊറ്റ സ്പോട്ടിൽ മാത്രമാണ് പരിശോധന നടത്താനായത്. ആ സ്പോട്ടിൽ നിന്ന് ഒന്നും ലഭിച്ചതുമില്ല. അപ്പോൾ 3 അടി താഴ്ചയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളത് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. പക്ഷേ അതിലും താഴോട്ട് കുഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് താഴോട്ട് കുഴിച്ചിരുന്നുവെങ്കിലും അവസാനം ഒന്നും കണ്ടെത്തിയില്ല എന്ന് അദ്ദേഹത്തിനെ കൂടി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 1ാമത്തെ സ്പോട്ട് മൂടിയത്. ഇന്ന് 2ാമത്തെ സ്പോട്ടിലേക്ക് പോവുകയും സമാനമായ രീതിയിൽ തന്നെ പരിശോധന തുടങ്ങാനാണ് ഇന്നും SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സ്പോട്ടും സമയമെടുത്തുകൊണ്ട് തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം തന്നെ നടത്തി പോകാനാണ് DGP പ്രണബ് മൊഹന്തി ഇന്നലെയും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിൽ അല്പം ഒരു താമസമുണ്ടാകും. ഓരോ സ്പോട്ടും കൃത്യമായി പരിശോധിച്ച് ഒന്നുമില്ല എന്ന് ഒന്നുകിൽ അദ്ദേഹത്തിന് വ്യക്തമാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് SIT നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധനയും നിർണായകമാണ്. ഇദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശത്തോട് ചേർന്ന് ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് പരിശോധന നടക്കുക. അപ്പോൾ അത് ഏതാണ്ട് ഒരു 11 മണിയോടെയൊക്കെ തുടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.